മുത്തശ്ശിക്കഥ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. പക്ഷേ ഇന്ന് കഥ പറയാൻ മുത്തശ്ശിമാരില്ല, കേൾക്കാൻ കുട്ടികളും. ഹരിത വിദ്യാലയത്തിന്റെ പ്രേക്ഷകരായ കുട്ടികൾ ഭാഗ്യമുള്ളവരാണ്. ഹരിത വിദ്യാലയത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ കഥ പറയാൻ ഒരു മുത്തശ്ശി എത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം 105 വയസ്സുള്ള ഈ സ്കൂൾ മുത്തശ്ശിയെ, കോഴിക്കോട് ജില്ലയിലെ പൊന്മേരി LP സ്കൂളിനെ ഈ വേദിയിലേക്ക്. പൊന്മേരി LP സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. വടകര തണ്ണീർപന്തൽ റോഡിൽ ആയഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കല്ലേരിയിലാണ് ഞങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. നെൽപ്പാടങ്ങളുടെയും വാഴത്തോപ്പുകളുടെയും ഇടയിൽ മനോഹരമായ ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിദ്യാലയമാണ് ഞങ്ങളുടേത്. വിദ്യാഭ്യാസത്തിന് അത്രയൊന്നും പ്രാധാന്യം ലഭിക്കാതിരുന്ന കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ച പള്ളിച്ചാം വീട്ടിൽ അപ്പു മാസ്റ്റർ എന്ന വിദ്യാഭ്യാസ താൽപര്യനായിരുന്നു 1905 ഈ വിദ്യാലയം സ്ഥാപിച്ചത്. കുളങ്ങരത്ത് എന്ന സ്ഥലത്ത് പൊന്മേരി ഹിന്ദു ബോയ്സ് എലിമെന്ററി സ്കൂൾ എന്ന പേരിലാണ് ഈ സ്ഥാപനത്തിന്റെ തുടക്കം. സ്ഥാപകൻ കൂടിയായ അപ്പു മാസ്റ്റർ തന്നെയായിരുന്നു സ്കൂളിന്റെ ആദ്യത്തെ മാനേജരും പ്രധാന അധ്യാപകനും. സർ, നിങ്ങളുടെ സ്കൂൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഹരിത വിദ്യാലയത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹ കൂട്ടായ്മ, ശുചിത്വവും പോഷകാഹാരവും, അടിസ്ഥാന സൗകര്യങ്ങൾ. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി RVG സർ. അഞ്ജലി, എന്ത് പറയുന്നു? നിങ്ങളുടെ എല്ലാ ക്ലാസ്സും നല്ല ക്ലാസ് മുറികളാണോ? നല്ല സൗകര്യങ്ങളുള്ള സ്കൂളാണോ? അതെ. ആണോ? ഏത് സ്കൂളിനെ അപേക്ഷിച്ചിട്ടാണ് ഇവിടെ സൗകര്യം കൂടുതൽ? നിങ്ങൾ വേറെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ? ചുറ്റുപാടുള്ള സ്കൂൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതിനേക്കാളൊക്കെ നല്ല സൗകര്യമുണ്ടോ നിങ്ങളുടെ സ്കൂളിൽ? കുഴപ്പമില്ല അല്ലേ? അല്ല, ഇവിടെ ചിത്രത്തിൽ കണ്ട വീഡിയോയിൽ കണ്ടപ്പോൾ വലിയ ഷെഡായിട്ട് ഇങ്ങനെ ക്ലാസ് മുറികൾക്ക് ഇടയ്ക്ക് ഭിത്തിയില്ല, തുടർച്ചയായിട്ടുള്ള അവിടെ ഇങ്ങനെ ഇപ്പോൾ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും തമ്മിൽ ഇടയ്ക്ക് ഭിത്തിയുണ്ടോ? അത് 2 മുറിയായിട്ടാണോ ഒറ്റ മുറിയിൽ തന്നെ, ഒറ്റ ഷെഡിൽ തന്നെയാണോ 2 ക്ലാസ്സും? അടുത്തടുത്ത ക്ലാസ്സുകൾ തട്ടിയാണ്, ചുമരല്ല അല്ലേ? അപ്പോൾ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചറെ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പ്രശ്നമാകില്ലേ? എന്തു പറയുന്നു സന്മയ്? അധികം ശബ്ദത്തിൽ പറയൂല. അല്ല, പ്രശ്നമില്ലാതെ ആണോ? ശരി. എല്ലാ ക്ലാസ്സിലും ഫാനൊക്കെ ഉണ്ടോ? സ്മാർട്ട് ക്ലാസ് റൂമിലുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമിൽ ഫാനുണ്ട് അല്ലേ? സ്മാർട്ട് ക്ലാസ് റൂമിൽ പിന്നെ എന്തെല്ലാം ഉണ്ട് നവനീത്? പോയിട്ടുണ്ടോ? സ്മാർട്ട് ക്ലാസ് റൂമിൽ പോയിട്ടുണ്ടോ? ഏതൊക്കെ ക്ലാസ് അവിടെ എടുക്കുന്നേ? എപ്പോഴാണ് അവിടെ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുക? പഠനം പ്രവർത്തനങ്ങൾ ചെയ്യാൻ മാത്രം. അപ്പോൾ എല്ലാ ദിവസവും സ്മാർട്ട് ക്ലാസ്സിൽ പോകാൻ പറ്റുമോ? അതോ ആഴ്ചയിൽ ഒരു ദിവസമാണോ? ആവശ്യത്തിന്റെ പ്രവർത്തനം. ആവശ്യം എപ്പോഴൊക്കെയാണ് വരുന്നത്? ആഴ്ചയിൽ എല്ലാ ദിവസവും അവിടെ പോകുമോ? അതോ ആഴ്ചയിൽ ഒരു ദിവസമാണോ പോകുന്നത്? ആഴ്ചയിൽ ഒരു ദിവസം. എല്ലാ ആഴ്ചയിലും സ്മാർട്ട് ക്ലാസ് റൂമിൽ ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? ആവശ്യം വരുമ്പോൾ പോകാറുണ്ട്. ഇങ്ങനെ വലിയ അച്ചടി ഭാഷ പറയാതെ ആവശ്യം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു മാസത്തിൽ എത്ര ദിവസം ആവശ്യം വരാറുണ്ട് എന്നൊക്കെ ചോദിക്കേണ്ടി വരും. ഈ കഴിഞ്ഞ ഒരു മാസത്തിലെ കുറച്ച് നാളായിട്ട് എത്ര തവണ അവിടെ പോയി സ്മാർട്ട് ക്ലാസ് റൂമിൽ? 5-6 തവണ പോയോ? 3 തവണ പോയിട്ടുണ്ട്. സഫ്നെ, നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പഠിക്കുന്നില്ലേ? ഈ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ലേ? എവിടെയാ പോയത്? ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടാനും കല്ലേരി കുന്നിലും ഒക്കെ പോയിട്ടുണ്ട്. കല്ലേരി കുന്നിൽ. കുന്നില്. പിന്നെ എവിടെ പോയിട്ടുണ്ട്? ആകെ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇവിടെ മാത്രമേ പോയിക്കുള്ളൂ? ടൂറിന്. എവിടെയാ ടൂറ് പോയത്? കണ്ണൂര്. കണ്ണൂര്. എക്സ്കർഷൻ പോയതായിരിക്കും അല്ലേ? ഈ അധ്യാപകരും അതുപോലെ പ്രധാന അധ്യാപകനും അല്ലാത്ത ആരെങ്കിലുമൊക്കെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. ആര് വന്നിട്ടുണ്ട്? അഫ്സൽ മാഷ്. എന്തിനാ വന്ന് മാഷ്? പാട്ട് പഠിപ്പിക്കാൻ. പഠിച്ചോ? പഠിച്ചു. ഒരു ഏത് പാട്ടാ പഠിച്ചത് മോള്? അറബി പാട്ട്. അറബി പാട്ടൊന്ന് പാടിയേ.
ബിസ്മിൽ ഇലാഹി ദഹൽതു ഫീ മൻലൂമതി ശുക്രൻ ഹുവർ റഹ്മാനു സാഹിബു റഹ്മതി. നിങ്ങളുടെ സ്കൂളിൽ ഭക്ഷണം ഇല്ലേ? ഉണ്ട്. ഉച്ചഭക്ഷണം ഉണ്ട്. വേറെ എന്തൊക്കെയുണ്ട്? രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടോ? സാമ്പാറുണ്ട്. അത് ഉച്ചഭക്ഷണത്തിന് രാവിലെ സാമ്പാർ തരുമോ? എത്ര നേരമുണ്ട് ഭക്ഷണം? ഉച്ചഭക്ഷണം മാത്രമേ ഉള്ളൂ? പാലുണ്ട്, മുട്ടയുണ്ട്. ആ ശരി. സുരേഷ് ബാബു മാഷോടാണ് ചോദിക്കാനുള്ളത്. സൗജന്യ ഭക്ഷണ വിതരണമില്ല, സൗജന്യ പാഠപുസ്തക വിതരണമില്ല, സൗജന്യ യൂണിഫോം വിതരണമില്ല എന്നൊക്കെയാണ് നിങ്ങളിവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? വിവിധ ക്ലബ്ബുകൾ തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് യൂണിഫോം വിതരണം, അതേപോലെ തന്നെ നോട്ട്ബുക്ക് വിതരണം. ഈ പക്ഷെ അതൊന്നും ഇതിൽ ആ വിധം രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. നിർദ്ദേശിക്കപ്പെട്ട വർഷം ഉണ്ടായിരുന്നു വരില്ല. 2 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ലയൺസ് ക്ലബിന്റെയും അതുപോലെ തന്നെ 2 വർഷത്തിന് മുമ്പ് ഇത് അവസാനിപ്പിച്ചു ഈ വിതരണം. അവര് സ്പോൺസർ ചെയ്ത് തരുന്നതാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക്. ഈ അടുത്ത 2 വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഈ വർഷം നടന്നിട്ടില്ല. ഇല്ല. അപ്പോൾ ഫർണിച്ചർ വിതരണം ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. അതെന്താണ്? ഫർണിച്ചർ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള വിതരണമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഒരു ശക്തി മേഖലയായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സമൂഹ കൂട്ടായ്മയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് സ്കൂളിൽ നടപ്പാക്കാൻ കഴിയുന്ന വികസന പദ്ധതികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ആ വിധം അത്യാവശ്യം വേണ്ട, അല്ലെങ്കിൽ മറ്റ് പല സ്കൂളുകളും നടപ്പാക്കുന്ന പല പദ്ധതികളും നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അതിൽ കുടിവെള്ള വിതരണം വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കാണ് 10,000 രൂപ നൽകി ഞങ്ങൾക്ക് സഹായിച്ചിട്ടുള്ളത്. സ്മാർട്ട് ക്ലാസ്സിന് ആവശ്യമായ മുഴുവൻ കസേരയും 50 കസേരയും ഞങ്ങളുടെ നാട്ടുകാർ തന്നെയാണ് ഓരോരുത്തരുടെയും പേരിൽ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ക്ലാസ്സിലൊരു ഗ്രന്ഥപുര എന്ന ലൈബ്രറി, എല്ലാ ക്ലാസ്സിലും അലമാരയും 1000 പുസ്തകങ്ങളും. ഓരോ അലമാര ഓരോരുത്തരുടെ മെമ്മറിയായി, ഇവരുടെ രക്ഷിതാക്കളുടെ മെമ്മറി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഈ 2-3 വർഷം കൊണ്ട് വലിയ രീതിയിൽ ഞങ്ങൾക്ക് സമൂഹത്തിൻ്റെ ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ലബ്ബുകളുടെ 10 ക്ലബ്ബുകൾ ഞങ്ങളുടെ ഈ SSGയിലുണ്ട്. അവരുടെ പൂർണ്ണമായ സഹായം പഠന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ കലാപരിശീലനം. ക്ലബ്ബുകൾ എന്ന് പറയുമ്പോൾ നാട്ടുകാരുൾപ്പെട്ട ക്ലബ്ബുകളാണോ? ഞങ്ങളെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ക്ലബ്ബുകൾ. അഞ്ജലി, നിങ്ങളൊരു ഗ്രാമം മുഴുവൻ ബോധവൽക്കരിച്ചവരാണോ? വീഡിയോയിൽ പറഞ്ഞ പോലെ ഗ്രാമത്തിലുള്ളവരെല്ലാവരും ബോധവാന്മാരാണോ? ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ അവരെ ബോധവൽക്കരിച്ചത്? തുണിസഞ്ചി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശുചിത്വ ഗ്രാമം എന്നൊരു പരിപാടി കല്ലീർ ചന്തയിൽ അത് ഞാൻ കണ്ടു. ശുചിത്വ ഗ്രാമത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ ആൾക്കാരോട് പറഞ്ഞത്? പ്ലാസ്റ്റിക് സഞ്ചി സകല ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും മനുഷ്യർക്കുമെല്ലാം. ഒരു ഗ്രാമം ശുചിത്വമാകാൻ പ്ലാസ്റ്റിക് ഉപയോഗം മാത്രം നിർത്തിയാൽ മതിയോ? അല്ല, പിന്നെ എന്തൊക്കെ ചെയ്യണം? പരിസരം വൃത്തിയാക്കണം. പരിസരം വൃത്തിയാക്കണം. ശരി, പരിസരം വൃത്തിയാക്കി. ഇനി എന്തെല്ലാം ചെയ്യണം? ഒരു ഗ്രാമമല്ല, നിങ്ങളുടെ സ്കൂളൊക്കെ വൃത്തിയാവണമെങ്കിൽ വേറെ എന്തെല്ലാം ചെയ്യണം? വ്യക്തി ശുചിത്വം പാലിക്കണം. വ്യക്തി ശുചിത്വം. നിങ്ങളെല്ലാവരും വ്യക്തി ശുചിത്വം ഉള്ളവരാണോ? അത് നോക്കാറുണ്ടോ സ്കൂളിൽ? വ്യക്തി ശുചിത്വം ഉള്ളവരാണോ നിങ്ങളെല്ലാവരും എന്ന്? JRCന്റെ കീഴിലുള്ള ശുചിത്വ സേന ആണല്ലേ. അപ്പം നിങ്ങൾ ഈ ഒരു എന്തോ ഒരു പ്ലാസ്റ്റിക് കത്തിച്ച് കളയുന്ന ഒരു കാര്യം എന്താ? അതെന്താണ് നിങ്ങളാ ചെയ്തത്? പ്ലാസ്റ്റിക് ഒരു ടിന്നിൻ്റെ അകത്തടിച്ച് മൂടിയിട്ടിട്ട് ടിന്ന് ചൂടാക്കുക. അപ്പം പ്ലാസ്റ്റിക് ഒരു ചെറിയ കട്ടയായി മാറും. അതാണ് ചെയ്തല്ലേ. അപ്പം നിങ്ങൾ വീടുകളിൽ ഇതൊക്കെ ചെയ്യാറുണ്ടോ? അതോ വീട്ടിൽ എല്ലാവരും അത് ചെയ്യുമോ? ഇതിങ്ങനെ ചെയ്യുന്നതാണ് ശരി എന്ന് ആരാണ് പറഞ്ഞു തന്നത്? JRC കഴിഞ്ഞ കൊല്ലാണ് തുടങ്ങിയത്. അന്നിട്ടാള് ശുചിത്വത്തിന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അപ്പം പാട്ട ചൂടായിട്ട് ടിൻ ചൂടായിട്ട് നിങ്ങളുടെ കൈ പൊള്ളാനൊക്കെ ഉള്ള സാധ്യതയില്ലേ? അങ്ങനെയൊക്കെ പൊള്ളിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നോക്ക്, RVG സാറൊക്കെ ഉണ്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെയാണോ പ്ലാസ്റ്റിക് ചെയ്യേണ്ടത്? ഇതാണോ ഏറ്റവും നല്ല മാർഗമെന്ന് ഒന്ന് ചോദിച്ചറിയണം കേട്ടല്ലോ. നിങ്ങളെ അടുത്താണോ ഈ ലോകനാർക്കാവൊക്കെ? അടുത്ത് എവിടെയും കാണാം. കേട്ടിട്ടുണ്ടോ ലോകനാർക്കാവെന്ന്? കേട്ടിട്ടുണ്ട്. വടകര അല്ലേ? നിങ്ങളുടെ അടുത്തൊക്കെയാണോ? എത്ര ദൂരമുണ്ട്? സ്കൂളിൽ നിന്ന് കുറേ ദൂരെയാണോ? അത് കുറച്ച് ദൂരമുണ്ട്. എന്താണ് ഈ ലോകനാർക്കാവിൻ്റെ പ്രത്യേകത? നിങ്ങളുടെ സ്കൂളിലെ ചില പരിപാടികളൊക്കെ കണ്ടല്ലോ, ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കടത്തനാട്ടിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ്. ഏതാ? തച്ചോളി ഉദയനന്റെ സ്ഥലമാണല്ലേ. നിങ്ങളുടെ കടത്തനാടൻ കളരിയല്ലേ കാണിച്ചത്? സ്കൂളിൽ ഉണ്ടോ? ഇതിൽ ആരെങ്കിലും ഉണ്ടോ?
ആൺകുട്ടി ആരൊക്കെയുണ്ട് കളരിയിൽ? കളരി പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഇതിനകത്ത്? ആരുമില്ല. നിങ്ങളായിരിക്കും കളരി പഠിക്കുന്നില്ല. ഒരു പറമ്പ് വിചാരിക്കാം, വീട്ടിലെ മുറ്റത്തോ എന്തെങ്കിലും ഒരു പറമ്പ്. ഈ പറമ്പിന് വേലി കെട്ടണം എന്ന് വിചാരിക്കാം. അപ്പം എന്തളവ് എടുക്കുക? ചുറ്റളവ് എടുക്കുമോ പരപ്പളവ് എടുക്കുമോ? ചുറ്റളവാണ്. ഈ പറമ്പിൽ എന്തെങ്കിലും കൃഷി ചെയ്യണമെന്ന് വിചാരിക്കുക, അപ്പോഴോ ചുറ്റളവ് എടുക്കുമോ പരപ്പളവ് എടുക്കുമോ? പരപ്പളവ്. അതെന്താ അങ്ങനെ വ്യത്യാസമായിട്ട് എടുക്കുന്നത്? അപ്പം എന്താ പരപ്പളവ്? മനസ്സിലായിട്ടുണ്ട്, എന്നാലും മനസ്സിലായിട്ടുണ്ട്, നന്നായി, അത് മതി. ഈ കമ്പ്യൂട്ടറിലൊക്കെ ഇത് കാണിച്ചെന്നില്ലേ അല്ലേ? കമ്പ്യൂട്ടറിലൊക്കെ കാണിച്ചെന്നില്ലേ പരപ്പളവും ചുറ്റളവും ഒക്കെ? അപ്പം അതുകൊണ്ട് കൂടുതലും മനസ്സിലായോ? ചുറ്റളവും പരപ്പളവും എന്താണെന്ന് മനസ്സിലായോ? ആ, എന്നാ പിന്നെ പറയൂ. ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ്, പരപ്പളവ് അതിനുള്ളിലുള്ള സ്ഥലമാണ് പരപ്പളവ്. കൊള്ളാം, നവദീൻ്റെ ഇപ്പോൾ പറഞ്ഞേനെ കേട്ടോ. ഇടയ്ക്ക് കയറിയിട്ട് സ്വപ്ന അല്ലേ ഇപ്പോൾ പറയില്ലായിരുന്നോ? പറയായിരുന്നു, മടിച്ചു നിന്നോ. അങ്ങനെ മടിച്ചു നിൽക്കുമ്പോഴാണ് വേറെ ആളുകൾ കയറി പറയുക. സാരില്ല, കുഴപ്പമില്ല, ആയിക്കോട്ടെ, നന്നായി. ഇനി പൊന്മേരി LP സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. പൊന്മേരി LP സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 74.8 ഔട്ട് ഓഫ് 100.